ഹലോ ഗൈസ്, ഇന്നിതാ ഞാനൊരു അടിക്കഥ പറയാനാണ് വന്നത്. ഇന്ന് ഞാൻ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ കാലാവസ്ഥ വന്നിട്ട് രാവിലെ വെയിലെങ്കിൽ ഉച്ചയ്ക്ക് മഴ, അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ എനിക്കൊരു അടിക്കഥ ഓർമ്മ വരും. അത് വേറൊന്നുമല്ല, ഞാൻ പണ്ടെന്ന് പറയുമ്പോൾ 6ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്നും, അതായത് എൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നല്ല മഴയായിരിക്കും. അപ്പോൾ കുടയുണ്ടെങ്കിലും ഞാൻ കുട എടുക്കത്തില്ല. അമ്മ കുട തന്നു വിടുമെങ്കിലും ഞാൻ കൊണ്ടുപോകത്തില്ല. അങ്ങനെ ഈ മഴയൊക്കെ നനയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് റോഡ് 1 കിലോമീറ്റർ ദൂരം ഉള്ളതുകൊണ്ട് റോഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് മഴയൊക്കെ നനഞ്ഞ് കുണ്ടും കുഴിയിലും വെള്ളത്തിലൊക്കെ ചാടി, നമ്മുടെ ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ നല്ലപോലെ മഴ വെള്ളം അടിച്ചു കയറുമല്ലോ, ഈ തിരയടിക്കും പോലെ. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് കളിച്ചൊക്കെയാണ് വന്നത്. ഒരിക്കൽ ഒരു ദിവസം മാമൻ വണ്ടി ഓടുന്നതാട്ടോ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ വെള്ളത്തിൽ കളിച്ച സമയത്ത് മാമൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. മാമൻ എന്നെ കണ്ടു, പക്ഷെ ഞാൻ മാമനെ കണ്ടില്ലായിരുന്നു. മാമൻ ഏതോ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കളിച്ച് നേരെ വീട്ടിലോട്ട് അപ്പോൾ മാമൻ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. ബാക്കിൽ ഒരു കമ്പും ഉണ്ടായിരുന്നു. അങ്ങനെ കമ്പ് വെച്ച് എനിക്ക് നല്ല പിട കിട്ടിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴായാൽ പോലും എനിക്ക് ചെളിവെള്ളത്തിൽ കളിക്കുന്നത് നല്ല പേടിയാണ്. ആ അടിയുടെ ചൂട് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോഴും മഴയത്തോട്ട് ഇറങ്ങാൻ വരെ പേടിയാണ് എനിക്ക്. ഇന്ന് മഴ പെയ്യുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് മാമൻ്റെ അടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾക്കും അനുഭവങ്ങളുണ്ടെങ്കിൽ, മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക് കേട്ടോ.